ഹായ്, എല്ലാവർക്കും ഈ ചാനലിലോട്ട് സ്വാഗതം. ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ യഥാർത്ഥ സ്വഭാവം കണ്ടെത്തിയ ഒരു കഥയാണ്. മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം എങ്ങനെ കണ്ടെത്താം എന്നൊരു കഥയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ, ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്? മറ്റുള്ളവർ എന്നെപ്പറ്റി പറയുന്നത് എന്തൊക്കെയാണ്? ഞാൻ എന്ത് ജോലി ചെയ്യണം? പണം, പദവി, വിജയം ഇവയാണോ എൻ്റെ യഥാർത്ഥ വ്യക്തിത്വം? അതോ ഇതെല്ലാം മാറിയാലും മാറാതെ നിൽക്കുന്ന മറ്റൊരു ഞാൻ എൻ്റെ ഉള്ളിലുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു ചെറിയ കഥ നമുക്ക് കേൾക്കാം. ഒരു ഗ്രാമത്തിൽ അരുൺ എന്ന യുവാവ് ജീവിച്ചിരുന്നു. അവൻ ബുദ്ധിമാനും അധ്വാനിയുമായിരുന്നു. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ആളുകൾ എന്തു പറയുമെന്നതിനെ ആശ്രയിച്ചായിരുന്നു അവൻ്റെ ജീവിതം. ആരെങ്കിലും പ്രശംസിച്ചാൽ അവൻ സന്തോഷിക്കും, ആരെങ്കിലും വിമർശിച്ചാൽ അവൻ തകർന്നു പോകും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും അവൻ ഉപേക്ഷിച്ചു. വീട്ടുകാർ പറഞ്ഞു, നീ വലിയ ജോലി നേടണം. സുഹൃത്തുക്കൾ പറഞ്ഞു, നിനക്ക് കൂടുതൽ പണം വേണം. സമൂഹം പറഞ്ഞു, മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തിയാലേ നിനക്ക് സമൂഹത്തിൽ വിലയുള്ളൂ. അങ്ങനെ അരുൺ ഇതിനനുസരിച്ച് ഓടിത്തുടങ്ങി. ജോലി നേടി, പണം സമ്പാദിച്ചു, നല്ല വസ്ത്രങ്ങൾ വാങ്ങി, സോഷ്യൽ മീഡിയയിൽ മനോഹരമായ ചിത്രങ്ങൾ പങ്കുവച്ചു. പുറത്തുനിന്ന് നോക്കുമ്പോൾ അവൻ വിജയിയായിരുന്നു. പക്ഷേ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് ചോദിച്ചു, ഇതെല്ലാം ഉണ്ടായിട്ടും എനിക്ക് എന്തുകൊണ്ട് സമാധാനമില്ല? ഒരു ദിവസം അരുൺ മലയുടെ മുകളിൽ താമസിക്കുന്ന ഒരു വൃദ്ധ ഗുരുവിനെ കാണാൻ പോയി. അവൻ ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് എല്ലാം ഉണ്ട്, പക്ഷേ എന്നിട്ടും ഉള്ളിൽ ഒരു ശൂന്യതയാണ്. ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഗുരു ഒരു പാത്രമെടുത്ത് അതിൽ ശുദ്ധമായ വെള്ളം നിറച്ചു. ശേഷം ഒരുപിടി മണ്ണെടുത്ത് വെള്ളത്തിലിട്ടു. വെള്ളം മുഴുവൻ കലങ്ങി. ഗുരു ചോദിച്ചു, ഇപ്പോൾ നിന്റെ മുഖം ഈ വെള്ളത്തിൽ കാണാമോ? അരുൺ പറഞ്ഞു, ഇല്ല, വെള്ളം കലങ്ങിയിരിക്കുന്നു. ഗുരു ഒന്നും പറഞ്ഞില്ല. പാത്രം അവിടെ വെച്ചു. കുറച്ച് സമയത്തിനു ശേഷം മണ്ണ് പതിയെ അടിയിലേക്ക് താഴ്ന്നു. വെള്ളം വീണ്ടും തെളിഞ്ഞു. ഗുരു ചോദിച്ചു, ഇപ്പോൾ നിന്റെ മുഖം കാണുന്നുണ്ടോ? അരുൺ പറഞ്ഞു, ഉണ്ട്, വളരെ വ്യക്തമായി കാണുന്നു. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വെള്ളം നിന്റെ മനസ്സാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, താരതമ്യങ്ങൾ, ഭയങ്ങൾ, പരാജയങ്ങൾ, പ്രതീക്ഷകൾ ഇവയെല്ലാം അതിൽ വീഴുന്ന മണ്ണ് പോലെയാണ്. നീ എപ്പോഴും അവക്കുള്ളിൽ കലങ്ങി ജീവിക്കുമ്പോൾ നിന്റെ യഥാർത്ഥ മുഖം നിനക്ക് കാണാനാവില്ല. കുറച്ച് നിശബ്ദനാകും, മനസ്സ് ശാന്തമാകട്ടെ, അപ്പോൾ നിന്റെ ഉള്ളിലെ യഥാർത്ഥ വ്യക്തിയെ നീ കാണും. അരുൺ ചോദിച്ചു, എൻ്റെ യഥാർത്ഥ സ്വഭാവം എങ്ങനെ തിരിച്ചറിയാം? ഗുരു പറഞ്ഞു, നിനക്ക് പണമോ പ്രശംസയോ ലഭിക്കില്ലെങ്കിലും സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അതാലോചിക്കുക. ആരും കാണാത്തപ്പോൾ നീ എങ്ങനെയുള്ള മനുഷ്യനാകാനാണ് ആഗ്രഹിക്കുന്നത്? ഭയമില്ലെങ്കിൽ നീ എന്ത് ജീവിതം തിരഞ്ഞെടുക്കും? മറ്റുള്ളവരുടെ അംഗീകാരം വേണ്ടെന്ന് വെച്ചാൽ നിന്റെ ഹൃദയം എന്താണ് നിന്നോട് പറയുന്നത്? ഈ ചോദ്യങ്ങൾ അരുണെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അവൻ ജീവിതത്തിലേക്ക് തിരികെ വന്നു. പക്ഷേ ഇത്തവണ മറ്റുള്ളവരുടെ ശബ്ദം മാത്രം കേട്ടില്ല, സ്വന്തം ഉള്ളിലെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവന് മനസ്സിലായി, താൻ പണത്തേക്കാൾ കൂടുതൽ വിലമതിക്കുന്ന മനുഷ്യരെ സഹായിക്കുന്നതിനാണ്. പദവിയേക്കാൾ അവൻ ഇഷ്ടപ്പെടുന്ന അറിവ് പങ്കിടുന്നതിനാണ്. അവന് മനസ്സിലായി, മറ്റുള്ളവരെ അനുകരിക്കുന്നതല്ല, സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് ജീവിക്കുന്നതിനുള്ള യഥാർത്ഥ സന്തോഷമെന്ന് അവൻ മനസ്സിലാക്കി. പതിയെ അവൻ തൻ്റെ ജീവിതം മാറ്റി. എല്ലാം ഉപേക്ഷിച്ചില്ല, പക്ഷേ ഓരോ തീരുമാനത്തിനും അവൻ സ്വയം ചോദിച്ചു, ഇത് എൻ്റെ യഥാർത്ഥ മൂല്യങ്ങളോട് പൊരുത്തപ്പെടുന്നുണ്ടോ? അവൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു നിർത്തി. തെറ്റുകൾ സമ്മതിച്ചു. അവൻ്റെ ദുർബലതകളെ സ്വീകരിച്ചു. സ്വന്തം കഴിവുകൾ വളർത്തി നല്ല മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യമായി അവൻ മനസ്സിലാക്കി, യഥാർത്ഥ സ്വയം കണ്ടെത്തുക എന്ന് പുതിയ ഒരാളായി മാറുന്നതല്ല, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി ധരിച്ചിരുത്ത മുഖാഭരണങ്ങൾ ഓരോന്നായി മാറ്റുകയാണ്. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മൂല്യമുണ്ട്. ആരെങ്കിലും നിങ്ങളെ വിമർശിച്ചാൽ നിങ്ങളുടെ കഴിവ് ഇല്ലാതാകില്ല. മറ്റൊരാൾ നിങ്ങളെക്കാൾ മുന്നിലെത്തിയാൽ നിങ്ങളുടെ യാത്രയുടെ വില കുറയില്ല. നിങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങൾ മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ പരാജയങ്ങളെയും മാത്രമല്ല, നിങ്ങൾ ഉള്ളിലെ സത്യസന്ധത, കരുണ, ധൈര്യം, മൂല്യങ്ങൾ, സ്വപ്നങ്ങൾ ഇവയാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം. ദിവസം കുറച്ച് സമയം നിശബ്ദമായി ഇരിക്കുക. നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്ക് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ ജീവിതം ആരുടെയെങ്കിലും നന്മയ്ക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? ഞാൻ അഭിനയിക്കുകയാണോ അതോ സത്യസന്ധമായി ജീവിക്കുകയാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉടൻ ഉത്തരം ലഭിക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം നിങ്ങളുടെ മനസ്സിനെ
മണ്ണ് അടിയിലേക്ക് താഴും, വെള്ളം തെളിയും. അപ്പോൾ മറ്റുള്ളവർ കാണിച്ചു തരുന്ന മുഖമില്ല, നിങ്ങളുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ഓർക്കുക, സ്വയം കണ്ടെത്തിയ മനുഷ്യൻ ലോകത്തിലെ അഭിപ്രായങ്ങൾ എളുപ്പത്തിൽ തകർക്കില്ല. കാരണം തൻ്റെ മൂല്യം എവിടെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ വ്യക്തിയെ കണ്ടെത്തൂ, അവനെ സ്വീകരിക്കൂ, അവനെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കും. അപ്പോൾ വിജയം നിങ്ങളെ സന്തോഷിക്കുന്ന ഒന്നായി മാത്രം നിൽക്കില്ല, നിങ്ങളുടെ ജീവിതം തന്നെ അർത്ഥവത്തായി തീരും. നിങ്ങൾ മറ്റൊരാളെ പകർത്തലല്ല, നിങ്ങൾ ഈ ലോകത്തിന് ആവശ്യമായ ഒരേ ഒരു ദൃഢത നിങ്ങളാണ്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.